മിറ്റവിയ കേക്ക് മിറ്റവിയ മുട്ടായി മിറ്റവിയ കുട്ടി അമ്പലത്തിൽ പോവാന്ന് പറ. അമ്പലത്തിൽ പോവാ പ്രാർത്ഥിക്കാൻ പോവാ. ഇന്നലെ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതായത് ഏപ്രിൽ 25 കേട്ടോ. അപ്പം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കാരണം കുഞ്ഞെഴുന്നേറ്റപ്പോൾ ഒരുപാട് താമസിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. ആറന്മുള അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ അതായത് കല്യാണത്തിന് ശേഷം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമേ അവിടെ ആയിരിക്കും പോകുന്നത് കേട്ടോ. അമ്പലത്തിൽ എപ്പോഴും ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒട്ടും ഒഴിച്ചുകൂടാതെ ഞങ്ങൾ പോകുന്ന അമ്പലമാണ് ആറന്മുള അമ്പലം. അപ്പോൾ സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേന് പ്രത്യേക വൈബ് തന്നെയാണ്. കുറച്ച് സമയമൊക്കെ അമ്പലത്തിലൊക്കെ ഇരിക്കാൻ എനിക്ക് രാവിലെ പോകുന്ന പകൽ സമയം പോകുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കോഴഞ്ചേരി സെൻറ്റ് ജോർജിൽ പോയിട്ട് കുഞ്ഞിനൊരു ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങി. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ബർത്ത്ഡേക്ക് മുന്നേ ഞങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എന്താ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കേക്ക് വേണം, മഞ്ഞ കേക്ക് വേണം. അങ്ങനെ കളറൊന്നും അത്രയായിട്ട് അറിയത്തില്ലെങ്കിലും മഞ്ഞ കേക്ക് വേണം, തൊപ്പി, മുട്ടായി, ഐസ്ക്രീം, അങ്ങനെയൊക്കെ അവൾ ഓരോരോ ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനും ഞാനും പോയി സെലക്ട് ചെയ്ത ഉടുപ്പാണ് അവൾ ഇട്ടേക്കുന്നത്. വൈറ്റ് കളർ ഒരു ചുരിദാറ്. പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ചേട്ടനും അതായത് കസിനാണ്, പുള്ളിയും അതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും നേരത്തെ ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇനി പോയിട്ട് വേണം കുഞ്ഞിനുള്ള ആ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലുള്ള ആഘോഷം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തു. അടുത്ത കൊല്ലം നല്ല രീതിയിൽ ഇതേപോലെയൊക്കെ ആഘോഷിക്കാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളായിട്ട് പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.